ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കുമുള്ള പൊതുവായ ഒരു സംശയമാണ്, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നാമം ചൊല്ലാമോ, വ്രതമെടുക്കാമോ, അതല്ലെങ്കിൽ പുലവാലായ്മയൊക്കെയുള്ള സമയത്ത് വ്രതമെടുക്കാമോ, നാമം ജപിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ പീരീഡ്സ് ആയാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനത്തിന് പോകാം, വീട്ടിൽ എപ്പോഴാണ് വിളക്ക് കത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങളുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഭഗവാനെ വിളിക്കുന്നതിന് നമുക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. പക്ഷേ നമ്മുടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അനുവർത്തിച്ചു പോകുന്നത് കൊണ്ട് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പുലവാലായ്മ ഉള്ള സമയത്തോ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുകയും ചെയ്യാറില്ല. അതായത് പീരീഡ്സായി നമ്മുടെ ശരീരത്തിന് ശരിയായ ഒരു ശുദ്ധി ഉണ്ടാകുന്നത് എപ്പോഴാണോ, അതായത് നോർമലി നമ്മൾ 7 ദിവസമാണ് പറയുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ശരീരത്തിന് ശുദ്ധിയില്ലെങ്കിൽ നിങ്ങൾ പോകാൻ പാടില്ല. ശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്നും ശരീരത്തിന് ഈ പറയുന്ന പീരീഡ്സ് ആകുന്ന സമയത്തൊന്നും നമുക്ക് യാതൊരു അശുദ്ധിയും ഉണ്ടാകുന്നതല്ല. എന്നാലും നമ്മുടെ ശരീരത്തിനകത്ത് നിന്നും ഒരു ദുഷിച്ച ഒരു രക്തം അല്ലെങ്കിൽ ഒരു അശുദ്ധിയുള്ള ഒരു സാധനം പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ആ സമയം നമ്മൾ ഇങ്ങനെ പഴയ ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാത്തത്. അതൊന്നും നമ്മൾ തിരുത്താനൊന്നും പോകണ്ട. അങ്ങനെ ആ ദിവസവും കൂടെ അമ്പലത്തിൽ പോയി എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കതല്ല, ആ ദിവസം പോയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയ ദോഷങ്ങൾ സംഭവിക്കുമെങ്കിൽ നമുക്കതിനെ എതിർക്കാം, തിരുത്താം. പക്ഷേ ഒരു മാസത്തിൽ ഒരു 7 ദിവസം പോകാതിരുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചു പോവുക. അതിനെയൊന്നും തിരുത്താനായിട്ട് ഇപ്പോൾ നമ്മൾ പോകേണ്ടതില്ല. ഇനി കാലം അത് തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ, അതിനകത്തൊന്നും ഒരു വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. പക്ഷേ സാധാരണ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ. പിന്നെ ശരീരത്തിന് 7 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് 1-2 ദിവസം കൂടെ ചില ആളുകൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിയതിന് ശേഷം പോവുക. വിളക്ക് കത്തിക്കുന്നതും അങ്ങനെ തന്നെ. അതാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ വ്രതമെടുക്കുന്നതും ഉള്ള കാര്യങ്ങൾ, പുലവാലായ്മയുള്ള സമയത്ത് നമ്മൾ 16, 14 ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും ദിവസങ്ങൾക്ക് ശേഷം വേണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ. അതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പൂജകളുണ്ടെങ്കിൽ ആ പൂജകളിൽ പങ്കെടുക്കാൻ. അത് അങ്ങനെ തന്നെ ഇരിക്കുക. പക്ഷേ വീട്ടിലിരുന്ന് നമുക്ക് വ്രതം എടുക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഇതൊന്നും ഒരു തടസ്സമല്ല. വ്രതം എങ്ങനെ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീരീഡ്സ് ആയിരിക്കുന്ന ഒരാൾ നമ്മൾ വിളക്ക് കത്തിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ പാടില്ല. പക്ഷേ നമ്മൾ ഒരു വ്രതത്തിൽ നമ്മൾ എങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത്, അതായത് ശുദ്ധാഹാരം, ആഹാരപഥ്യം എന്ന് പറയുന്നത്, ആ ഒരു സാധാരണ ഒരു വ്രതത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കുമോ, ചിലപ്പോൾ അരിയാഹാരം ഭക്ഷിക്കാതിരിക്കും, ചിലപ്പം ജലം മാത്രം കുടിച്ചുകൊണ്ടിരിക്കും, ചിലപ്പം ഉപവസിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോ വ്രതത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഒരു സാധാരണ ഒരു മനുഷ്യൻ വ്രതം എടുക്കുന്നത്, അതേ രീതിയിൽ തന്നെ തലേ ദിവസത്തെ ഒരിക്കലെടുക്കുന്നതും പിറ്റേ ദിവസത്തെ വ്രതവും അതിൻ്റെ പിറ്റേ ദിവസത്തെ പാരണ വീടലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആഹാരം ഒരു വ്രതം എടുക്കുന്ന ഒരാൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് പീരീഡ്സ് ആയിരിക്കുന്നവർക്കും പുലവാലായ്മ ഉള്ളവരുടെയും കാര്യമാണ് പറയുന്നത്. അവർക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു വ്രതത്തിൽ ഒരാൾ എങ്ങനെ ചെയ്യുന്നു അതൊക്കെ ചെയ്യാം. പക്ഷേ ക്ഷേത്രത്തിൽ പോകാനോ പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിക്കാനോ പാടില്ല. അതാണ് നമുക്ക് പ്രത്യേകമായി ഓർക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ തൊഴിലിടത്തിരുന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിലിരുന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സഹസ്രനാമം ജപിക്കാം. സഹസ്രനാമം ജപിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിത്യവും സഹസ്രനാമം ജപിക്കുന്ന ആളുകളുണ്ട്. അവർ 2 സഹസ്രനാമത്തിൻ്റെ ബുക്ക് മേടിച്ച് വെക്കുക. ഒരെണ്ണം നമ്മൾ പൂജാമുറിയിൽ വെക്കുക. നമ്മൾ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എടുത്തുപയോഗിക്കാൻ വേണ്ടി. അതല്ലാതെ ഒരെണ്ണം നിങ്ങൾ മാറ്റി നിങ്ങളുടെ മുറിക്കകത്ത് വെക്കുക. ആ മാറ്റി മുറിക്കകത്ത് വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ പുസ്തകം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സഹസ്രനാമങ്ങൾ ജപിക്കാം. പിന്നെ വലിയ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളൊന്നും നിങ്ങൾ ജപിക്കരുതെന്നുള്ളതേ ഉള്ളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ ഒരു മന്ത്രമെന്ന് പറയുന്നത്
എല്ലാ മനുഷ്യർക്കും ജപിക്കാവുന്ന അതീവ ശുദ്ധമായ അല്ലെങ്കിൽ അതീവ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഹരേ രാമ മന്ത്രം. നിങ്ങൾക്കത് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. കാരണം യാതൊരു ഗുരു ഉപദേശവും കൂടാതെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു മന്ത്രമാണ് ഹരേ രാമ മന്ത്രം. ആ ഹരേ രാമ മന്ത്രം നിങ്ങൾക്ക് നിത്യവും ജപിക്കാം. പീരീഡ്സ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ജപിക്കാം. ഇപ്പോൾ ഏകാദശി എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഹരേ രാമ നിങ്ങൾക്ക് ജപിക്കാം. പെരയ്ക്കകത്തിരുന്ന് നിങ്ങളുടെ തൊഴിലിടത്തിരുന്ന് ജപിക്കാം. ക്ഷേത്രത്തിൽ പോകണ്ട എന്നുള്ളതും, വിളക്ക് കത്തിക്കേണ്ട, പൂജാമുറിയിൽ കയറേണ്ട. പക്ഷേ നിങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്ത്, അതായത് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ പുലവാലായ്മയുള്ള സമയത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ അയാൾ വ്രതത്തിലിരിക്കുന്നത്, അയാളുടെ ആഹാരത്തിൽ അയാൾ എന്തൊക്കെ ശുദ്ധി പാലിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒരിക്കൽ എടുക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് ചെയ്യാം. വ്രതത്തിൻ്റെ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാം. പിറ്റേ ദിവസം കൃത്യസമയത്ത് നിങ്ങൾക്ക് ജലം കുടിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് പാരണ വീടാം. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പെരയ്ക്കകത്തിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് കത്തിക്കാനോ പാടില്ല. 2 പുസ്തകങ്ങൾ മേടിച്ച് വെക്കുക. നാമപുസ്തകങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 2ആയിട്ട് വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. അതല്ലാതെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ പുലവാലായ്മയുള്ള സമയത്തോ നിങ്ങൾ കൂടുതലായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനും കൂടെ അതിനൊരു സുഖം കിട്ടും, മനസ്സിനും സുഖം കിട്ടും. അതല്ലാതെ ആ സമയത്ത് ഭഗവാനെ വിളിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കൂ. ഭഗവാന് യാതൊരു വിധത്തിലുള്ള അശുദ്ധങ്ങളുമില്ല. പിന്നെ ഇതൊക്കെ മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങൾ. അതിനെ നമ്മൾ പിന്തുടർന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഈശ്വരനില്ലായിരുന്നു. അവർക്ക് അമ്പലത്തിൽ പോകാൻ പോലുമുള്ള അനുവാദമില്ലായിരുന്നു. ഈശ്വര എന്ന് വിളിക്കുന്നത് പോലും അവർക്ക് നിഷിദ്ധമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി മുമ്പോട്ട് വന്നു. പിന്നെ ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിരുന്നു ഒരു കാലത്ത്. എന്തിനാണ്? അറിയാതെ വേദം കേട്ടതിൽ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുവരെ വന്നത്. ഭഗവാൻ ഓരോ കാലത്തിനനുസരിച്ചും കാലാന്തരങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ആചാരങ്ങൾക്ക് പരിഷ്കരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴയ കാലഘട്ടത്തിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കും. പിന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നമ്മൾ ലംഘിക്കാൻ പോകണ്ട. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവരിലുമുണ്ട്. എല്ലാവരും ഈശ്വരനെ വിളിക്കണം. ഈശ്വര ഭജനമാണ് കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ പുലവാലായ്മയുള്ള സമയത്തോ നിങ്ങൾക്ക് വ്രതമെടുക്കാം. യാതൊരു തരത്തിലുള്ള ദോഷവും അതിലില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിളക്ക് കത്തിക്കാനോ ക്ഷേത്ര ദർശനത്തിനോ പോകരുത്. തുളസി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ തുളസി ചെടിയിലൊന്നും തൊടണ്ട. ഇതൊക്കെ നമുക്ക് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അതിനെയൊന്നും നമ്മളിപ്പോൾ കയറി ധിക്കരിക്കാനൊന്നും പോകണ്ട. അതിൻ്റേതായ സയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഭഗവാനെ വിളിക്കുന്നതിനോ ഇങ്ങനെയുള്ള വ്രതക്രമം അനുസരിച്ച് ജീവിക്കുന്നതിനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ചെയ്യുക. അശുദ്ധിയുള്ള സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട. പുലമാലായ്മയുള്ള സമയത്തും ക്ഷേത്രത്തിലൊന്നും പോകണ്ട. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് വഴിയെ പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കുക. എല്ലാ മാസത്തെയും ഏകാദശികളൊക്കെ നിങ്ങൾ എടുക്കുക. ഷഷ്ടിവ്രതങ്ങളൊക്കെ എടുക്കുക. അതിനൊന്നും തടസ്സമില്ല. പ്രദോഷമുണ്ടെങ്കിൽ അതെടുക്കുക. ഇങ്ങനെ എല്ലാം എടുക്കുക. അതൊക്കെ പീരീഡ്സ് ആയെന്ന് കരുതി നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത്. പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് മാത്രം നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ വ്രതത്തിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ പെശക് നമുക്ക് ചെയ്യുന്നതിലുണ്ടായെന്ന് കരുതി പെട്ടെന്ന് തന്നെ ആ വ്രതം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ഭഗവാനെ വിളിച്ച് ഭഗവാനെ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ യാചിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്രതം കണ്ടിന്യൂ ചെയ്യണം. ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏകാദശിയാണ്, തലേ ദിവസം ഒരിക്കലൊക്കെ എടുത്തു, പിറ്റേ ദിവസം ഏകാദശി നോക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷെ രാവിലെ വീട്ടിൽ മറ്റുള്ളവർക്കൊന്നും ഏകാദശിയില്ല. അതുകൊണ്ട് രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അരിമാവൊക്കെ എടുത്ത സമയത്ത് പുള്ളിക്കാരി അറിയാതെ ഉപ്പ് നോക്കിപ്പോയി. അതുകൊണ്ട് ഞാൻ ഏകാദശി എടുത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താ അതിൻ്റെ കഥ അല്ലേ? അപ്പോൾ അറിയാതൊന്ന് ഉപ്പ് നോക്കിപ്പോയി എന്നതുകൊണ്ട് നമ്മുടെ വ്രതമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ ഭഗവാനെ അറിയാതെ പറ്റിപ്പോയതാണ്. കാരണം ഭഗവാനാണ് നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന് കരുതി നിങ്ങൾ ആ വ്രതമൊന്നും നിർത്താനൊന്നും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ വ്രതം കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകണം. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കണം.
കാരണം ഭഗവാൻ ഇതൊക്കെ പരീക്ഷണങ്ങളാണ് നമുക്ക് തരുന്നത്. ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള മനഃശക്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത തവണ നമ്മൾ അരിമാവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കും, ഇത് ചെയ്യരുത് എന്ന് നമ്മൾ ഓർക്കും. അഥവാ ഇനി അങ്ങനൊന്ന് ചെയ്തു പോയെന്ന് കരുതി യാതൊരു ദോഷവുമില്ല. ഭഗവാനെ ഭജിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആഹാരത്തിലോ അല്ലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള വ്രതമെന്ന് പറയുന്നത്. ആഹാര കാര്യത്തിലുള്ള മാറ്റമെന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മളുടെ ശരീരത്തിനാണ്. 365 ദിവസവും ചോറുണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, 365 ദിവസവും മാംസാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിനകത്ത് നിന്നും 1-2 ദിവസം മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിനാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് യാതൊന്നും തടസ്സമല്ല. ഭഗവാന് യാതൊരു ശുദ്ധാശുദ്ധങ്ങളുമില്ല. എല്ലാവരും ഭഗവാന് തുല്യരാണ്. ഭഗവാന്റെ ഭക്തരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത്. ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ഭക്തരോടാണ്. ഭഗവാനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഭഗവാനോടുള്ള പ്രാർത്ഥന നിങ്ങൾ മുടക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഏകാദശിയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഏകാദശി എടുക്കണം. ദശാവതാരങ്ങളുടെ കഥയൊക്കെ പോയി കേൾക്കണം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.